സിനിമയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. സുഖം അനുഭവിക്കുന്ന ആളുകളുണ്ട്. സിനിമയിൽ എന്താണോ അഭിനയിക്കുന്നത് അതേപോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല കാറ്റഗറി ആളുകളുണ്ട്. നടിമാരുടെ ഇടയിൽ അപ്രകാരമുള്ള ആളുകൾ ഉണ്ട്. മദ്യപിക്കുന്നവരുണ്ട്, പുകവലിക്കുന്നവരുണ്ട്, പലരുമായിട്ട് സെക്സ് ചെയ്യുന്നവരുണ്ട്, ഒന്നും രണ്ടാമതിന് വിവാഹമോചനം ചെയ്യുന്നവരുണ്ട്, അവിഹിതബന്ധം നടത്തുന്നവരുണ്ട്. എല്ലാ സ്വഭാവക്കാരും സിനിമാക്കാരുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ മാന്യമായി ജീവിക്കുന്ന സിനിമാക്കാരും ഉണ്ട്. അതിൻ്റെ ഒരു മകയുടെ ഉദാഹരണമാണ് നടൻ ജഗദീഷ്. അദ്ദേഹം പറയാണ്, മദ്യം കഴിക്കാറില്ല, ആഡംബര ജീവിതം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനതിൻ്റെ ഭാഗം ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ത്യാഗമായിട്ട് തോന്നുന്നില്ല. എന്നെ കണ്ട് പഠിക്കുമെന്ന് ഞാൻ പറയുന്നുമില്ല. അത് നല്ലൊരു ആശയമാണ്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ളവർ വലിയ ഫിലോസഫിയൊക്കെ പറയും, വലിയ തത്വം പറയും, വലിയ ആദർശം പറയും, വലിയ ആദർശശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഉള്ള ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. പക്ഷേ നടൻ ജഗദീഷ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം ഒരു റാങ്ക് ഹോൾഡറാണ്, മിടുക്കനായിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ജീവിതത്തിൽ ഒരുപാട് ഉന്നമനത്തിലേക്ക് എത്തി. അങ്ങനെ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനത്ത്, നല്ലൊരു സ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മൂല്യം, അർത്ഥം, ആദർശങ്ങൾ, കാഴ്ചപ്പാടുകൾ, നിലപാടുകളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ ജോലി ചെയ്തത്. ഇന്നത്തെ ആധുനിക ചെറുപ്പക്കാർക്ക് ഇത് വലിയൊരു മാതൃകയാണ്. കാരണം അല്പം പൈസ, പ്രശസ്തി, പ്രതാപം, മഹത്വം ഇതൊക്കെ കയ്യിൽ വന്നു കഴിയുമ്പോൾ തോന്നിയ വഴി ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നടൻ ജഗദീഷിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കിട്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ആദർശം വിടാതെ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ 2025 ഇതുപോലുള്ള നടന്മാർ മലയാളം സിനിമയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണ്, ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ആദർശത്തിനും ആ ജീവിത കാഴ്ചപ്പാടുകൾക്കും എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു.